ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ കടുവ തീർത്തും അവശനെന്ന് എരുമേലി റേഞ്ച് ഓഫീസർ കെ ഹരിലാൽ. കടുവയ്ക്കേറ്റ പരിക്ക് കുരുക്കിൽ വീണത് മൂലം ഉണ്ടായതെന്നാണ് സംശയിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ കടുവ കൂട്ടിൽ കയറിയില്ല എങ്കിൽ മയക്കുവെടി വയ്ക്കുന്ന കാര്യം ആലോചിക്കുമെന്നും കെ ഹരിലാൽ പറഞ്ഞു. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജനവാസ മേഖലയിൽ ഒരു കടുവ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പശുക്കളെ ആക്രമിച്ചിരുന്നു. അതിനുശേഷം വനംവകുപ്പ് മുഴുവൻ സമയവും ഈ കടുവയെ നിരീക്ഷിക്കുന്നുണ്ട്. കടുവ അവശനാണ് എന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തൽ. ഇപ്പോൾ എരുമേലി റേഞ്ച് ഓഫീസർ ഹരിലാൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ കടുവയെ കണ്ടിരുന്നു. അതായത് നമുക്ക് 2 ദിവസം കൂടുവെച്ച് 2 ദിവസത്തിന് ശേഷം ഇന്നലെ 4 മണിക്കാണ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിനുശേഷം നമ്മൾ എൻ്റയർ നൈറ്റ് അതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാവിലെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് കടുവയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി? കടുവ നമ്മൾ അന്ന് കണ്ടതിൽ നിന്നും ഇന്നലെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കടുവയ്ക്ക് കുറച്ചും കൂടി ഇഞ്ചുറി കുറച്ചും കൂടി വരുന്നുണ്ട് എന്നാണ് പ്രാഥമികമായി മനസ്സിലാവുന്നത്. അതിനുശേഷം നമ്മുടെ ഡോക്ടേഴ്സിന്റെ ടീം ഇപ്പോൾ ഇവിടെ എത്തും. അപ്പോൾ അതിനുശേഷം അവരും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് എത്രത്തോളം അതിന്റെ ആരോഗ്യസ്ഥിതി മോശമാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ പരിക്ക് എങ്ങനെ സംഭവിച്ചാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? പരിക്കിന് എന്തായാലും പല കാരണങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു ഇന്റേണൽ ടെറിട്ടറി ഫൈറ്റുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മുറിവിൽ നിന്നും ഇൻഫെക്ഷൻ വന്ന് കയറിയതാകാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എവിടെയെങ്കിലും ഈ വല്ല കുരുക്കിന്റെ സാധ്യതകളും തള്ളിക്കളയാനാവില്ല. ഇപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഒരു മാർഗ്ഗം, ഇപ്പം നമ്മൾ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടിൽ കയറാൻ പറ്റുന്ന ആരോഗ്യം അല്ലെങ്കിൽ ഇതിനെ മയക്കുവെടി വയ്ക്കുക, അത്തരം സാധ്യതകൾ നമ്മൾ നോക്കുന്നുണ്ട്. നിലവിലുള്ള സാഹചര്യം വെച്ചത് ഇപ്പോൾ നമ്മളെ കൂട് വെച്ചിൽ നിന്ന് ഏകദേശം ഒരു 10-300 മീറ്റർ ദൂരത്തിൽ തന്നെയാണ്. അപ്പോൾ നോർമലി 1-2 ദിവസത്തിനുള്ളിൽ കൂട്ടി കയറേണ്ടതാണ്. എന്നാൽ പോലും നമ്മുടെ സർവൈലൻസ് ഉണ്ടാവും. അതിനുശേഷം ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഡോക്ടേഴ്സിന്റെ സജഷനും ഹയർ ഒഫീഷ്യൽസ് എല്ലാം ഡിസൈഡ് ചെയ്തുകൊണ്ട് മേ ബി ട്രാങ്ക്ലൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത നമ്മൾ നോക്കും. അതിനുള്ള ആരോഗ്യമുണ്ടോ? അത് ഡോക്ടേഴ്സാണ് പറയേണ്ടത്. അത് നമുക്കറിയില്ല. എന്നാൽ പോലും അതിന്റെ പോസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യും. എങ്ങനെയാണ് ആളുകൾക്ക്, ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് നമ്മൾ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിർദ്ദേശം? സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം കണ്ട സ്ഥലത്തെ ലൈൻസിലെല്ലാവരും നമ്മൾ അവയർനെസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ റൂട്ടുകൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ തോട്ടത്തിലുള്ള വർക്കിംഗ് ഒരു ഫീൽഡ് നമ്മൾ മാനേജറുമായി സംസാരിച്ചിട്ട് ഫീൽഡിലുള്ള ഷിഫ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും നമ്മൾ ബോധവൽക്കരിച്ചിട്ടുണ്ട്. ഒരു പാനിക് ആവേണ്ട സിറ്റുവേഷൻ ഇല്ല. പിന്നെ നമ്മുടെ സർവൈലൻസും 24 hours ഇവിടെ ഉണ്ട്. എത്ര പേര് ഫുൾ ടൈം ഉണ്ടാവും? നമ്മുടെ RRT ടീമും മുറിഞ്ഞുപുഴ സ്റ്റേഷൻ സ്റ്റാഫും അടക്കം എന്തായാലും ഒരു 10-12 പേരോളം ഫുൾ ടൈം നമ്മളുണ്ടാവും. ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയിട്ടുള്ള മുൻകരുതലുകൾ വനംവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും കടുവയെ രാവിലെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ ഒന്നുകിൽ ആ കൂട്ടിലേക്ക്, വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലേക്ക് സ്വയം എത്തുക, അല്ലെങ്കിൽ മയക്കുവെടി വെക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. ഗ്രാമ്പിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്. ജെയിൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ജെയിൻ, കാഴ്ചയിൽ മനോഹരമായ സ്ഥലത്താണ് നിൽക്കുന്നത്. പക്ഷേ കടുവയെ കണ്ട സ്ഥലമാണ്. ഇപ്പോൾ ഈ അവശനിലയിൽ നമുക്കറിയാം, അവശനിലയിലായ ആനയൊക്കെ മയക്കുവെടി വെച്ചിട്ട് പിന്നീട് എന്ത് സംഭവിച്ചെന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ വനവകുപ്പിന് അതിലൊരു തീരുമാനം എടുക്കാനും അല്ലേ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണല്ലേ? തീർച്ചയായിട്ടും ഈ കടുവ തീരെ അവശനാണ് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മയക്കുവെടി വെച്ചാൽ ഒരുപക്ഷെ അതിൻ്റെ ജീവന് പോലും അപകടമുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു സാധ്യതയിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇപ്പോൾ ആ കാണുന്ന ആ മരങ്ങളൊക്കെ നിൽക്കുന്ന ആ ഭാഗത്ത് കടുവയുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ. ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു പരിശോധന ഒക്കെ അവിടെ നടത്തിയിരുന്നു. തെർമൽ സ്കാനറൊക്കെ ഉള്ള ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് രാത്രിയും പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് കടുവയുണ്ട്. പക്ഷെ കടുവ അധികം യാത്ര ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് വളരെ കുറവാണ് എന്നുള്ളതാണ്. നേരത്തെ തന്നെ കാലിന് പരിക്കേറ്റിരുന്നു. ആ കാലിന് പരിക്കേറ്റത് കൊണ്ട് തന്നെ അതിന് കൂടുതൽ സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ പ്രദേശത്തുള്ള ആളുകൾ കൂടിയുണ്ട്. നിങ്ങൾക്ക് ഭയമുണ്ടോ ഇപ്പോൾ ഈ കടുവ ഇങ്ങോട്ട് വന്നത്? ഭയങ്കര ഭയമാണ്. ഞങ്ങൾ ഇവിടെ എസ്റ്റേറ്റ് തൊഴിലാളിയാണ്. ഞങ്ങൾക്ക് ഈ ജോലി ചെയ്ത് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കി തരണം എന്ന് സർക്കാരിൻ്റെ അടുത്ത് ഇത് പറയണം. നിങ്ങൾ അത്രയും പേടിയുള്ള ഒരു സ്ഥലമാണ്. വീട്ടിന് തൊട്ടടുത്ത് എല്ലാ ലൈൻസാണ്. ഈ കടുവ ഇരിക്കുന്നത് ഈ തൊട്ടടുത്തുള്ള ലൈൻസിലായിരിക്കും കിടക്കുന്നത്. പിള്ളേർ സ്കൂളിൽ പോകണം. സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ പേടിച്ചാണ് പോകുന്നത്. വണ്ടിയിലാണ് വിടുന്നത്. അത്രയും സാമ്പത്തികം കുറവാണ്. ഇവിടെയാണെങ്കിൽ എസ്റ്റേറ്റ് ശമ്പളം കൊടുത്തിട്ട് 3-4 മാസമായി. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇതിന് വേണ്ടിയ ഒരു ഇത് ഉണ്ടാക്കി തരണമെന്ന് സർക്കാരിൻ്റെ അടുത്ത് പറയുക. ഈ ഭാഗത്ത് തൊഴിലാളികൾ ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ ചെയ്തായിരുന്നു. ഇന്ന് ഇവിടെ എടുക്കണ്ട. അന്നേരം അവരെ വേറെ കാട്ടിലേക്ക് മാറ്റി വിട്ടിട്ടുണ്ട്. ഇന്ന് ഇവിടെ എടുക്കണ്ട, ഇവിടെ എടുക്കണ്ട, ഇന്ന് ഇവിടെ ചെയ്യേണ്ട, വേറെ സ്ഥലത്ത് പോയി ചെയ്യുമായിരുന്നു.
ദിവിഷ്, അതായത് ഇതൊരു തോട്ടം മേഖലയാണ്. തേയിലത്തോട്ടത്തിന്റെ നടുക്കുള്ള ഒരു സമയക്കുറവുകൊണ്ടാണ് എന്തായാലും ആളുകളുടെ ആശങ്കയാണ് പങ്കുവച്ചത്. നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥനും കൃത്യമായി കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും പരമാവധി വനംവകുപ്പ് ശ്രദ്ധിക്കേണ്ടത് ജനങ്ങളുടെ